ഇടുക്കി തൊടുപുഴയിലെ വ്യവസായി ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ പിടിയിലായ 4 പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയ വാർത്ത കൂടി വരുന്നുണ്ട്. തൊടുപുഴ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ 3 പ്രതികളെയും ഇന്ന് തെളിവെടുപ്പിന് എത്തിക്കും. പ്രിൻസ് പി ജെയിംസ് വിവരങ്ങളുമായി. പ്രിൻസ്, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വാനും സ്കൂട്ടറുമായിരുന്നു, അതും കണ്ടെത്തിയിട്ടുണ്ടല്ലേ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ സംഭവത്തിലെ കൊലപാതകത്തിലെ 4 പ്രതികൾക്കെതിരെയും ഇപ്പോൾ പുറത്തുവച്ചിന് കേസെടുത്തിട്ടുണ്ട്. ഒപ്പം തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്ത 3 പ്രതികളുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തും. ഒപ്പം ഇപ്പോഴും ജയിലിൽ കഴിയുന്ന കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന ആഷിഖിനെ കസ്റ്റഡി വിട്ടുകൊടുക്കാനുള്ള അപേക്ഷയും നൽകും. എന്തായാലും സംഭവ ദിവസം സംഭവത്തിൽ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇവർ ഓടിച്ചിരുന്ന ഒമിനി വാഹനം, ഈ വാഹനത്തിലാണ് ബിജുവിനെ തട്ടിക്കൊണ്ടുപോയി ചെയ്തത്. ഈ വാഹനത്തിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നത്. ജോമോനാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. വാഹനത്തിൽ കയറ്റിയ ശേഷം ആഷിഖും മുഹമ്മദ് ചേർത്ത് ബിജുവിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഈ സമയം ബിജു ഉപയോഗിച്ചിരുന്ന സ്കൂട്ടർ ഓടിച്ചിരുന്ന ജോമിനാണ്. ഈ വാഹനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ ഉപയോഗിച്ച ഒമിനി വാൻ കലയൻകാരിയിൽ നിന്നും ഒപ്പം ബിജുവിന്റെ സ്കൂട്ടർ തൊടുപുഴ വൈപ്പിൽ നിന്നുമാണ് പോലീസ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഇത് തിരഞ്ഞെടുക്കുന്നുണ്ട്, അതിനുള്ള നടപടികളുണ്ട്. അപ്പം മറ്റ് തെളിവുകൾ, പ്രത്യേകിച്ചും അന്ന് ഉപയോഗിച്ചിരുന്ന ബിജുവിനെ കൂടുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന പെപ്പർ സ്പ്രേ, ബിജുവിന്റെ ചെരുപ്പ്, കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധങ്ങൾ, മർദ്ദനത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ തുടങ്ങിയ സംഭവങ്ങളൊക്കെ മുൻപേ തന്നെ കണ്ടെത്തിയിരുന്നു. സാമ്പത്തിക ഇടപാടുകളെ തുടർന്നാണ് ഇത്തരത്തിലൊരു ക്രൂരവാദത്തിലേക്ക് പ്രതികൾ നീങ്ങിയത്. ജോമോയുമായി ബിജുവിന് പങ്കാളിത്തമുണ്ടായിരുന്നു. ഇത് തുടർന്ന് ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഈ പണം തിരികെ തുടർന്നാണ് ഇത്തരത്തിലൊരു തൃപ്തിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ജോമോൻ കൊലപ്പെടുത്തണം എന്ന് തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് കൊട്ടേഷൻ നൽകുകയും ചെയ്തത്. തുടർന്ന് ബിജുവിനെ ഇവർ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. വാഹനത്തിൽ കയറ്റി അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഈ ക്രൂരമായ മർദ്ദനത്തെ തലച്ചോറ് ക്ഷതകൾക്കുകയും ഒപ്പം ആന്തരിക ഉണ്ടാവുകയും ചെയ്തതാണ് മരണത്തിലേക്ക് നയിച്ചത്. തുടർന്ന് ഈ ഗോഡൌണിൽ മാൻഹോളിൽ അകത്തിറങ്ങി, ചെടികളുടെ താഴ്ചകൾ മാൻഹോളിൽ അകത്തിറങ്ങി കുഴി എടുത്താണ് അവിടെ അദ്ദേഹം മറവ് ചെയ്തത്. അതിക്രൂരമായ മർദ്ദനത്തെ തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു കൊലപാതകം നടന്നത്. എന്തായാലും ഇന്ന് പ്രതികളുമായി വീണ്ടും തെളിവെടുപ്പ് നടക്കും. ഒപ്പം കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന പ്രതി വിട്ടുകൊടുക്കുന്ന നടപടികളും പോലീസ്, അതിനുള്ള അപേക്ഷയും പോലീസ് സമർപ്പിക്കും. ശരി, പ്രിൻസാണ് വിവരങ്ങൾ നൽകിയത് തൊടുപുഴയിൽ നിന്ന്.